ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. നമ്മളെ കുർത്തീസില്ലേ അതിൻ്റെ സെല്ലിങ്ങിൻ്റെ എല്ലാം കാര്യമുള്ള കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അലച്ചിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്തൊന്നും വേറെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം ഇന്നിതാ ഞാൻ എൻ്റെ തലയും കൊണ്ടാണ് പോകുന്നത്. അതെന്ത് വർത്താന പൂജ എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുമല്ലേ. വേറൊന്നുമല്ല, ഞാൻ നമ്മളെ ഹെയർ കെയർ വീഡിയോ ചെയ്യുമ്പോഴേ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു തലയിൽ ഇപ്പം നല്ല പോലെ താരനുണ്ട്. അപ്പം അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പം എൻ്റെ ആൻറ്റീൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ട് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം എൻ്റെ ആൻറ്റീൻ്റെ മക്കൾ രണ്ടാളും അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും കൂടി പോകുന്നത്. അപ്പം എന്തായാലും മഴയൊന്ന് തെളിഞ്ഞതല്ലേ, നടക്കാമെന്ന് കരുതി ഞാൻ ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ പെട്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, മുഴുവൻ ചളിയായിരുന്നു കേട്ടോ. ഏത് നേരത്താണോ എനിക്ക് ഇതിൽ നടക്കാൻ തോന്നിയത് എന്നാണ് ഞാൻ നടക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയ്ക്ക് ചളിയായിരുന്നു കേട്ടോ. റിക്കൂട്ടിനെ കൂട്ടിയിട്ട് പോകുന്നതാണെങ്കിൽ എപ്പോഴും ഓട്ടോറിക്ഷയിലാണ് പോകല്. അതുകൊണ്ട് തന്നെ നടത്തത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ വിഷമമൊന്നും അറിയലില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതങ്ങനെ ഞാൻ ചളിയൊക്കെ താണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ പണ്ടൊക്കെ മൊത്തം വയലായിരുന്നേ. ഇപ്പോൾ അന്ന് പിന്നെ അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിലും നല്ല വീടൊക്കെ കാണാൻ പറ്റുക. ഇപ്പോൾ ഞാൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് വീടൊന്നും കാണാൻ പറ്റുന്നുണ്ടാകും, കാരണം മൊത്തം ഞാൻ ചളിയെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ആൻറ്റീൻ്റെ നാടാണ് കേട്ടോ, എൻ്റെ നാടല്ല. അപ്പം എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ക്യാമറ എടുത്ത് നടക്കുമ്പം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ എടുക്കാണ്ട് നടന്നത് കേട്ടോ. ക്യാമറ അല്ല, ഫോണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ടായിന്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ജോലിയായോ, നീ ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ, മോൻ എവിടെയെന്നല്ലാതെ എല്ലാവരെയും ചോദ്യം. അപ്പം എല്ലാവർക്കും ഉത്തരവെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പം എല്ലാവരോടും ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടില്ലേ, അവിടെ കാണിക്കാൻ പോകുന്നതാണെന്ന്. എനിക്കൊന്നൊരു 3-4 ആളോടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. പണ്ടല്ലാണെങ്കിൽ എപ്പം നടക്കുമ്പം ചെവിയിൽ മൊബൈലുണ്ട്, അതായത് നിന്നിലാട്ടം വിളിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും ഒറ്റക്കാണെങ്കിൽ ആരെങ്കിലും കൂടിയാലും നിന്നിലാണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എവിടെയെത്തി, എന്തായി, പോയോ, വന്നോ, ആരെല്ലാം കണ്ട്. ഞാനാണ് ചറവറ എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യും. അപ്പം അതെല്ലാം മിസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ നടുക്ക് ഞാനൊരു പെടൽ പെട്ട് മക്കളെ, ആ ദൂരെ കാണുന്നില്ലേ മുഴുവൻ ചളിക്കൊണ്ടായിരുന്നേ. ഇപ്പം ഇവിടെ നടക്കാൻ അപ്പുറം ഇത്തിരി സ്പേസ് ഉണ്ട്. ഞാനിങ്ങനെ തുള്ളി വെള്ളം 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 എന്ന് പറഞ്ഞ പപ്പുവിൻ്റെ ഡയലോഗ് ആലോചിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇതൊന്നുമല്ല, ഇതിൻ്റെ നടുക്ക് മൊത്തം ചളിയുള്ള സ്ഥലത്ത് ഞാൻ പിന്നെ ഫോണ് ഓഫാക്കിയിട്ട് എൻ്റെ കവറിലിട്ടിട്ടാണ് നടന്നത്. കാരണം അതങ്ങനെ താഴെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും. കാണുന്നില്ല ഈ ചളിക്കൊണ്ട്. പിന്നെ രണ്ട് സൈഡിലും നല്ല പുല്ലും മുളച്ചിട്ടുണ്ട്. അപ്പോൾ അഥവാ അതിലെങ്ങാനും പാമ്പുണ്ടെങ്കിലോ, പിന്നെ അല്ലെങ്കിലേ കഷ്ടകാലം ഉച്ചയിൽ വന്ന് നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞോട്ട് സമയം എൻ്റെ എല്ലാം വെറുതെ പണി വാങ്ങി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഗതികെട്ടിട്ട് ആ ചളിയിലെ കൂടി തന്നെ നടന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ആൻറ്റീൻ്റെ വീട്ടിലെത്തി കാലൊക്കെ കഴുകിയിട്ടാണ് പിന്നെ അകത്തേക്ക് കയറിയത്. എന്നിട്ട് എനിക്ക് ചെറിയ ചൊറിച്ചിലുണ്ടായിന് കാലിന്. അങ്ങനെ ഞാനിതാ നടക്കുവാണ്. പിന്നെ അങ്ങോട്ടേക്ക് നല്ല റോഡായിരുന്നു കേട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ ടാറിട്ട റോഡ്. അങ്ങനെ ഇടവഴിയും റോഡെല്ലാം താണ്ടിയിട്ട് ഞാൻ ആൻറ്റീൻ്റെ വീട്ടിലെത്താനായിട്ടുണ്ട്. അവിടുന്ന് നേരെ പോയിട്ടുണ്ടത് ആ ഹോസ്പിറ്റലിലേക്കാണ്. അതായത് ആൻറ്റീൻ്റെ വീടിന് തൊട്ട് പുറകെ തന്നെയാണ്. അവരൊരു തറവാട് വീടായിരുന്നു ആദ്യം, അത് പിന്നെ ഹോസ്പിറ്റലാക്കിയതാണ്. അവിടുത്തെ ആംബിയൻസ് ഉണ്ടല്ലോ അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ആൻറ്റീൻ്റെ വീട്ടിൽ കയറി അവരുടെ വീട്ടിൻ്റെ പുറകുവശത്തേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെത്തി. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉള്ളിൽ നിന്ന് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻറ്റീൻ്റെ വീട്ടിലൊരു ജൂണോ എന്ന് പറഞ്ഞൊരു ബോബോ എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് അതിനെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ഒന്നും വീടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പം ആൻറ്റീൻ്റെ വീടിൻ്റെ തൊട്ട് പുറകെ തന്നെയാണ് കേട്ടോ ഈ ഏകം എന്ന് പറഞ്ഞിട്ടുള്ള ആയുർ വെൽനസ് റിട്രീറ്റ് സെൻറ്റർ വരുന്നത്.
നമ്മളെ തലശ്ശേരി ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഏകം എന്നാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ പേര് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ ഡോക്ടറെ കൺസൾട്ടേഷൻ ഫീസ് ഫ്രീ ആണ്, ബാക്കിയുള്ള മരുന്നിന് മാത്രമേ നമുക്ക് പൈസ ആവശ്യമുള്ളൂ കേട്ടോ. ദേ ഈ ഇരിക്കുന്നതാണ് ഡോക്ടർ ശാരിക ശശീന്ദ്രൻ. ഡോക്ടർ കൺസൾട്ടേഷൻ റൂമൊക്കെ ഉള്ളിൽ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ച് എൻ്റെ മരുന്ന് എനിക്ക് കിട്ടിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചത്, ഡോക്ടറെ ഞാൻ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തോട്ടെ, എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ് ആണ് അവിടെ. അതുപോലെ തന്നെ എന്താ പറയുക, ഡോക്ടറായാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫായാലും ഒക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പം ഞാൻ ഒന്ന് ചോദിച്ച് വീഡിയോ എടുത്തോട്ടെ എന്ന്. അപ്പം എടുത്തോ എന്ന് പറഞ്ഞ്. അപ്പം നമുക്കിതൊന്ന് മൊത്തത്തിൽ കണ്ട് നോക്കേ. വെറുതെ കണ്ടാൽ മതി, ഇവിടെ എന്തൊക്കെയുള്ളതെന്നും കൂടി അറിയണ്ടല്ലേ. ഇത് നമ്മൾ ആയുർവേദത്തിൻ്റെ തനിമ ഒട്ടും നഷ്ടമാവാണ്ട് നമ്മളെ ട്രഡീഷണൽ പഞ്ചകർമ്മ ചികിത്സകളോടൊപ്പം ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, സേകം, അതുപോലെ വിവിധതരം കിഴികൾ, പിന്നെ നവരത്തേപ്പ്, തലപൊതിച്ചിൽ, ശിരോധാര, തക്രധാര, ആവിക്കുളി മീൻസ് നമ്മളെ സ്റ്റീം ബാത്ത് തന്നെ. പിന്നെ അതുപോലെ തന്നെ വിവിധതരം പാക്കേജുകളുണ്ട്. അതുപോലെ വാർദ്ധക്യ ചികിത്സയുണ്ട്, പിന്നെ കർക്കിടക ചികിത്സയുണ്ട്, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയവർക്കുള്ള ചികിത്സയുണ്ട്. അത് കൂടാണ്ട് നമ്മൾ പോസ്റ്റ്മോർട്ടമായിട്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളില്ലേ, പ്രസവാനന്തര ചികിത്സ, അതും എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അതുകൂടാണ്ട് എല്ലാവിധ ആയുർവേദ മരുന്നുകളും നമുക്ക് കിട്ടും. നമ്മളെ കോട്ടക്കൽ നിന്നെല്ലാം കിട്ടുന്ന ഒരുപാട് മരുന്നുകൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിനെ. അത് മാത്രമല്ല, എന്തെങ്കിലും ആയുർവേദിക് മരുന്നുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരെ ഇൻസ്റ്റാ പേജ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുകൂടാണ്ട് അവർ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടുത്തെ പ്രൊഡക്റ്റുകൾ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞാൻ. അത് മാത്രമല്ല അവിടെ ഒരു നല്ല നമുക്ക് മനസ്സ് ശാന്തമാവുന്ന ഒരു മ്യൂസിക്കും കൂടി ഉണ്ടായിന്. അപ്പം എന്താ പറയണ്ടേ, ഭയങ്കര ഒരു എന്താ സൂത്തനിങ് എന്ന് പറയില്ല, ആ ഒരു എഫക്റ്റ് ആയിരുന്നു അവിടെ പോയ സമയത്ത് ഉണ്ടായിരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാഫിൻ്റെ ഒക്കെ പെരുമാറ്റം അതുപോലെ തന്നെയാണ്. ഡോക്ടറായാലും പിന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഭക്ഷണം വെള്ളമൊക്കെ കുടിക്കലില്ലേ കഴിക്കലില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം എൻ്റെ ഒന്നിച്ചുണ്ടായ ശികേച്ചിയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശികേച്ചി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ലൈഫിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ആ ഒരു ടൈമിലെല്ലാം ലോ ആയിരുന്നു പറഞ്ഞു. അപ്പം ഡോക്ടർ ഇങ്ങനെ എന്നോട് പറഞ്ഞ് മനസ്സ് തന്നെ ആദ്യമായിട്ട് നമ്മൾ ശാന്താക്കി വെക്കുക, അതുകൂടാണ്ട് ഈ യോഗയൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇവരെ തന്നെ വേറൊരു ബ്രാഞ്ച്, അതായത് ഈ പ്രസവാനന്തര ചികിത്സേൻ്റെ ഒക്കെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ കോട്ടയംപൊയിലാണ്, അതായത് തലശ്ശേരി കൂത്തുപറമ്പ് റോഡിലുള്ള കോട്ടയംപൊയിൽ എന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. അങ്ങനെ എൻ്റെ മരുന്നും കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം അവിടെ നിന്നാണ് ചോറ് കഴിച്ചത്. ചോറും പയറ് വറവും ചിക്കൻ ഫ്രൈയും പത്തലുണ്ടായിരുന്നു രാവിലത്തത്. പിന്നെന്താ, പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു, അച്ചാർ, പിന്നെ തൈര്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ കൂട്ടി ചോറ് കഴിച്ച്. അതാണ് നമ്മളെ ഷിഗേച്ചിൻ്റെ ജൂണോ പോവുക കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ മുകളിൽ പോയിട്ടിരുന്ന്, എന്നിട്ട് നമ്മൾ ഒരേ ചർച്ചയിലായിരുന്നു കേട്ടോ. ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ആ മണ്ണിനടിയിൽ പെട്ടുപോയ അർജുൻ എന്ന് പറഞ്ഞ ഏട്ടനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച്. മീൻസ് വേറെ ഒന്നല്ല, എല്ലാ മലയാളികളും പറയുന്നത് പോലെ തന്നെ അവരെ വീട്ടുകാരെ അവസ്ഥ, അതുപോലെ തന്നെ ജീവനോടെ വന്നാൽ മതി, അങ്ങനെ എന്തൊക്കെയോ നമ്മൾ പറയുന്നുണ്ട്. എല്ലാവരും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുക എന്നല്ലേ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കുർത്തീൻ്റെ കളക്ഷൻസിൽ ഇതാ നമ്മളിനിപ്പം ഓണം കളക്ഷൻസ് ഇറക്കാൻ പോവുകയാണ്. അപ്പം കുറച്ച് ദിവസത്തിനുള്ളിൽ പോവണം, കളക്ഷൻസ് എടുക്കണം. ഇപ്പം ഓരോരുത്തർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം സാരി വേണം പൂജയെ, അതുപോലെ ഡെയിലി വെയർസ് വേണം, കുർത്തി മാത്രം പോരാ, പിന്നെ കിഡ്സ് വെയർ വേണം. അപ്പം എല്ലാത്തിനും കൂടി എടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ തികയോ ഇല്ലയോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്തിട്ട് ലാഭം കിട്ടിയിട്ടില്ല. അപ്പം എന്താ പറയണ്ട, കിട്ടിയ പൈസ, അതായത് ഞാൻ മുടക്കിയ പൈസ എനിക്ക് കിട്ടീന്. അപ്പം അത് വെച്ചിട്ട് ഞാൻ പിന്നെ അടുത്ത കളക്ഷൻസ് ഇറക്കുവാന്ന് കേട്ടോ. അങ്ങനെ ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് ചികിത്സനോട് ടാറ്റ ബൈ പറഞ്ഞിട്ട് ഞാൻ പോവാന്ന് കേട്ടോ. അപ്പോൾ ഇനി ആ ചളിക്കുണ്ടിലേക്ക് കൂടി പോവാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ നടു റോഡിലേക്ക് കൂടി പോവാന്ന് നടു റോഡ് എന്നല്ലല്ലോ പറയാം, മെയിൻ റോഡിലേക്ക് കൂടി പോവാന്ന് വിചാരിച്ചിട്ട് പോവാന്നേ. അത് ആ ഹോസ്പിറ്റലിലേക്കുള്ള റോഡും ഇതാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ചളിക്കുണ്ടല്ല, അത് ഞാൻ ഷോർട്ടായി വന്നതാന്നേ. ഈ റോഡ് നേരെ ഇങ്ങനെ വന്നാൽ മതിയേ. ഞാനീ പറയുന്നത് എൻ്റെ നാട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വേറെയുള്ള നാട്ടിലുള്ളവർക്ക് ഞാൻ ഈ വഴി പോയാൽ മതി എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. അപ്പം ആർക്കെങ്കിലും വന്ന് ചികിത്സിക്കണമെങ്കിൽ തന്നെ ഞാൻ നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ ആർക്ക് വേണമെങ്കിലും. അപ്പം ഞാനിത് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്താ പറയേണ്ടത്, എന്തൊക്കെയോ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പല ചിന്തകളാണ് നമ്മളെ മനസ്സിലിട്ട് പോവുക കേട്ടോ. എന്നാലും ഒരു രസമാണ് ഈ ഒറ്റയ്ക്കുള്ള യാത്രകളും എല്ലാം ഒരു രസം തന്നെയാണ്. പലതരത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അപ്പോൾ നല്ല മഴക്കാർ വരുന്നുണ്ട്. എന്നെ മഴ എത്തുന്നതിന് മുന്നേ വീടെത്തണം എന്ന് വിചാരിച്ചാണ് നടന്നത്. ഞാൻ വീടെത്താനായിട്ടുണ്ട്. അപ്പോൾ എത്താനാകുന്നതിൻ്റെ കുറച്ച് മുന്നേ ചെറുതായിട്ട് ചാറ്റൽ മഴ പൊടിഞ്ഞു തുടങ്ങി കേട്ടോ. പക്ഷേ ആ മഴ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു വെയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിന്. എൻ്റെ മുഖലാകെ ഇങ്ങനെ വേർത്തിട്ടുണ്ടായിന് കേട്ടോ വീടെത്തുമ്പോഴേക്കും.
ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ എന്നെ കാത്ത് നിൽക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ വന്ന ഉടനെ അവൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അകത്തുനിന്ന്. അമ്മമ്മയും മോനും കൂടി അകത്തുനിന്ന് ബോൾ കളിക്കുമായിരുന്നു. അങ്ങനെ ഓൻ എറിഞ്ഞിട്ട് നോക്കുമ്പോൾ ബോൾ രണ്ടാമത് നേരെ പോയത് റോട്ടിലേക്കാണ്. അങ്ങനെ അമ്മ പോയി അതെടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ടായത്. അപ്പം ഞാനിതാ എനിക്ക് കിട്ടിയ എണ്ണ കാണിച്ചു തരാം. അതാ കോട്ടക്കലിൻ്റെ എണ്ണയാണ് കേട്ടോ. കോട്ടക്കലിൻ്റെ എണ്ണ തന്നിട്ടുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ ഒരു ഹെയർ പാക്കും കൂടി എനിക്ക് തന്നിട്ടുണ്ടായിനെ. എന്ത് യൂസ് ചെയ്തിട്ട് ഞാൻ റിസൾട്ട് നിങ്ങൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.